ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഫിൽട്ടർ ഓപ്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇതിൽ നമ്മളൊരു ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഡാറ്റ എന്ന ടാബിൽ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഷോപ്പ് ഐ ഡി, ബ്രാൻഡ്, സ്റ്റോക്ക് എന്ന് കാണാം. ഈ ഷോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ മൈജി എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത് ഞാൻ കുറച്ച് ഷോപ്പുകളുടെ പേരും ഒരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. ഇത് ആക്ച്വൽ അല്ല ഒരിക്കലും. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ അഡ്വാൻസ്ഡ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പലർക്കും അറിയില്ല. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്ന് വീഡിയോ. അപ്പോൾ വെൽക്കം ടു എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഫിൽട്ടർ ഓപ്ഷൻ ഒന്ന് മാറ്റാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഫിൽട്ടർ ഓപ്ഷൻ മാറ്റി. ഇപ്പൊ ഇവിടെ കാണുന്നത് ബ്രാൻഡ്, ഷോപ്പ്, സ്റ്റോക്ക് എന്ന് കാണാം. തൊട്ടടുത്തായിട്ട് ഷോപ്പ്, ബ്രാൻഡ്, സ്റ്റോക്ക് എന്ന് കാണാം. അപ്പം എനിക്ക് ഈ ബ്രാൻഡ് എന്നുള്ളിടത്ത് ഇവിടെ എനിക്ക് റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കിവിടെ റെഡ്മിയുടെ ഐറ്റത്തിന്റെ ഒരു ഡീറ്റെയിൽ ആണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ റെഡ്മി എന്ന് ടൈപ്പ് ചെയ്തു. ഈ അഡ്വാൻസ് ഫിൽട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റെഡ്മി നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതൊക്കെ ഷോപ്പ് ഇതുണ്ട്, ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് ഫിൽട്ടർ യൂസ് ചെയ്യുക. അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഈ മാസ്റ്റർ ഫയൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഇത് ഇങ്ങനെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ആൻഡ് ഡൗൺ ആരോ ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഏത് എക്സൽ ഫയൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആ അത്തരം ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ അഡ്വാൻസ്ഡ് ഫിൽറ്റർ എന്നുള്ളത്, അഡ്വാൻസ്ഡ് ഫിൽറ്റർ കാണിക്കുന്നത് ഈ ഡാറ്റ ടാബിലാണ്. അപ്പോൾ ഈ ഡാറ്റ ടാബിലെ അഡ്വാൻസ് ഫിൽറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻസ് ഫിൽറ്റർ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ ദ ലിസ്റ്റ് ഇൻ പ്ലേസ് മാറ്റിയിട്ട് ഇവിടെ കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെയാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ക്രൈറ്റീരിയ റേഞ്ച് എന്ന് കാണിക്കുന്നിടത്ത് ഞാനിത് ഒന്ന് ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം ബ്രാൻഡ് റെഡ്മി എന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം ചോദിക്കുന്നത് കോപ്പി ടു എന്നാണ് ചോദിക്കുന്നത്. ഈ കോപ്പി ടു എന്നുള്ളിടത്ത് ഞാൻ ഈ സ്റ്റോക്ക്, ഷോപ്പ്, സ്റ്റോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടില്ലേ, ഇവിടെ റെഡ്മി ഓക്സിജൻ 14, മൈജി 4, ഫ്ലിപ്കാർട്ട് 12. വളരെ സിമ്പിൾ ആയിട്ട് റെഡ്മി എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും കാണാം. ഇവിടെ റെഡ്മി ഇത് ഇപ്പൊ ഒരു ചെറിയ ഫയലാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഉള്ള ഒരു ഫയലിൽ നിന്നും ഇതേപോലെ ഒരു ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ തൊട്ട് അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഷോപ്പ്, ബ്രാൻഡ്, സ്റ്റോക്ക്. ഈ ഷോപ്പ് എന്നുള്ളിടത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പോ ഇവിടെ മൈജി എന്ന് കൊടുക്കാം. മൈജി എന്ന് ചെയ്തു. വീണ്ടും ഈ ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അഡ്വാൻസ്ഡ് ഫിൽട്ടർ എടുക്കുക. കോപ്പി ടു അനദർ ലൊക്കേഷൻ, ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളത് ഇത് ചൂസ് ചെയ്തു. കോപ്പി ടു എന്നുള്ളത് ഞാൻ ബ്രാൻഡ്, സ്റ്റോക്ക് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ മൈജി ആണെങ്കിൽ ആപ്പിൾ, ഓപ്പോ, റെഡ്മി ഇത്രയാണ് ഈ ഷോപ്പിൽ, ഇത്രയും ബ്രാൻഡുകൾ ആണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മലയാളത്തിൽ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോകൾ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.